രാവിലത്തെ ഒരു 3 മണിക്കൂർ വെറുതെ പോയി കിട്ടി, ഒരു 250 രൂപ പോയി കിട്ടി. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാനാണ് പ്ലാനെങ്കിൽ OTT കാണുന്നതാണ് നല്ലത്. മതിയായി ബ്രോ, രാവിലെ കയറിയത്, രാവിലെ 6 മണിക്ക് ഹിറ്റ് ഉണ്ട്. അതുവരെ മാറ്റം വന്നിട്ടില്ല, സെയിം ആണ്. ഈ പടവും ഫ്ലോപ്പാണ്. സൂര്യയാണെങ്കിൽ ഇനിയും തുടരും. 6 മണിക്കൊരു പടം ഇറങ്ങി, അതാണ് പടം ഹിറ്റ്, അതാണ് കാണേണ്ടത്. ഈ ഊളപ്പടമല്ലേ കാണേണ്ടത്. പടം കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെയാണ് പറയണത്. 200 രൂപ ടിക്കറ്റിനായി. ആ 200 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ആലോചിക്കണം, നമ്മളെ കരമന ആറ്റിൻ്റെ സൈഡിൽ ഇരിക്കുന്ന പഴങ്കഞ്ഞി കടയിൽ പോയിട്ട് ഈ സിനിമയിലെ ഡയറക്ടർ കാർത്തിക് 100 രൂപയ്ക്ക് ഒരു ചട്ടി പഴഞ്ഞ് ഞാനും കുടിച്ച് ഞാൻ കണ്ടപ്പോണ്ടല്ലേ ജോസഫിൻ്റെ വില ആരെ കളഞ്ഞാണ് അയാൾ. പിന്നെ വെട്ടിയിട്ട വാഴ പോലെ ആയിപ്പോയെന്ന്, ഒരു കോമാളി പോലെ ആയിപ്പോയി. അത്രയ്ക്ക് എനിക്ക് വിഷമമായിപ്പോയി. കാര്യം സൂര്യണ്ണൻ ഇങ്ങനെയല്ല ഞാൻ കണ്ടത് ബ്രോ. പൊളി ഹിറ്റ് സൂര്യ അടിപൊളി, ആക്ടിങ് കൊള്ളാം, പക്ഷെ പടം മൊത്തത്തിൽ പോരാ. കൊള്ളാം, സൂപ്പർ. കാർത്തികിനെ കുറച്ച് ഷോക്കായി പോയി. അല്ല കുഴപ്പമില്ല, വേറെ ഒരു രീതിയിലുള്ള മൂവിയാണ്. മതിയായി ബ്രോ, രാവിലെ കയറിയത്, രാവിലെ 6 മണിക്ക് ഹിറ്റ് കണ്ടതിന് ശേഷം ഇപ്പോൾ റെട്രോയ്ക്ക് കയറിയത്. കുഴപ്പമില്ലെന്ന് പറയാം. നേരത്തെ കണ്ട ഒരുപാട് പടത്തിന്റെ ഫീല് പ്രത്യേകിച്ചൊന്നുമില്ല. തിയേറ്റർ സെക്കൻഡ് ഹാഫൊക്കെ ഇരുന്ന് അങ്ങ് ഉറങ്ങുമായിരുന്നു. നമുക്കൊരു ഗൂസ് ബംസ് മൊമെന്റ്സ് ഒന്നും വരുന്നില്ല. ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഒരു എന്താ പറയാൻ ബ്രോ, കണ്ടോണ്ടിരിക്കുക, അത്രയാണ്. ഒന്നും പറയാനില്ല. പടം കണ്ടിറങ്ങി എന്തോ ഒരു ഫീൽ, ഒരു പൂർണ്ണത ഇല്ലാതെ എന്തോ ഒരു ഫീല്. കുഴപ്പമില്ലെന്ന് പറയാനുള്ളത് ബ്രോ. പേട്ട തന്നെയാണ് സുബ്രാജിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക്. അതിൻ്റെ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. പെർഫോമൻസ് വൈസ് എല്ലാം ഗുഡാണ്, പക്ഷേ ഇറ്റ്സ് ആൻ ആവറേജ് ഫിലിം, അത്രേ ഉള്ളൂ. സൂര്യയുടെ വേറൊരു ഫേസ് തന്നെയാണ് ഈ പടത്തിൽ. അത്യാവശ്യം കൊള്ളാമെന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഇറങ്ങിയ സൂര്യയുടെ പടം അനുസരിച്ച് ഇതാണ് ബെസ്റ്റ്. കൊള്ളാം, നല്ല സൂപ്പർ പടം, കണ്ടിരിക്കാനുള്ള പടം. കൊള്ളാം, നല്ല പടം, അടിപൊളി പടം കേട്ടോ. സെറ്റ്. സൂര്യയുടെ വൻ തിരിച്ചുവരവ്, അടിപൊളി പടം, ഒരു രക്ഷയില്ല, സൂപ്പർ, അടിപൊളിയായിട്ട്. ആവറേജ്. ഫൈറ്റും പരിപാടിയൊക്കെ ഉണ്ട്, വിചാരിച്ചത്ര വന്നില്ല, ബട്ട് മോശം പടമല്ല. ആവറേജ്. സൂര്യ കം ബാക്ക്. ആവറേജ് അഭിപ്രായമുള്ളൂ. ഞാൻ പോസിറ്റീവ്സ് ആയിട്ട് പറയാനാണെങ്കിൽ കാർത്തിക് സുബ്രാജിൻ്റെ മേക്കിംഗ് ആയാലും BGM ആണെങ്കിലും കൊള്ളാം. അല്ലാതെ നോക്കുവാണെങ്കിലും ആവറേജ് അഭിപ്രായം, ഒരു 6 ഔട്ട് ഓഫ് 10 അത്രയൊക്കെ. ആവറേജ്. ഇവിടെ കൊള്ളായിരുന്നു, മൂവി കുഴപ്പമില്ല, ആവറേജ് മൂവിയാണ്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഒരു അത്ര ഇത് കിട്ടിയില്ല. അത്ര വലിയ സീനൊന്നും ഇല്ല ബ്രോ, ഒരു ഒറ്റ ആ ഒരു ഇതേ ഉള്ളൂ, വേറെ വലിയ സീൻ. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാനാണ് പ്ലാനെങ്കിൽ OTT കാണുന്നതാണ് നല്ലത്. ഒന്നും പറയാനില്ല ബ്രോ, അടിപൊളി പടം. വൺ ടൈം വാച്ചബിൾ. ആ സൂര്യ കൊള്ളാം, ലുക്ക് കൊള്ളായിരുന്നു. ഇല്ലില്ല, വൺ ടൈം വാച്ചബിൾ കേട്ടോ, അത്രേ ഉള്ളൂ. ശരി. ഫാൻ സർവീസ് നല്ലോണം ഉണ്ട്, മാസം നല്ലോണം ഉണ്ട്. പക്ഷേ ജിഗർദണ്ഡ കണ്ടവർക്ക് ഇത് കാണുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളൊരു പിടിയിട്ട് കമ്പാരിറ്റീവ്ലി ജിഗർദണ്ഡ വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്കൊന്നുമില്ല, ഒരു ആവറേജ് പടം, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. സൂര്യക്ക് തിരിച്ചു വരുന്നില്ല. സൂര്യയുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. ബാക്കിയുള്ള ജനറലി ഒരു ഓക്കെ മൂവി. സൂര്യ 100% തുടരും, അത്രേ എനിക്ക് പറയാനുള്ളൂ. സൂര്യ തിയേറ്റർ ഹിറ്റ് വന്നിട്ട് എറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാന തീറ്റ എൻ്റെ അറിയിൽ സിംഗം ആണെന്ന് തോന്നുന്നു. അതുവരെ മാറ്റം വന്നിട്ടില്ല, സെയിം ആണ്. ഈ പടവും ഫ്ലോപ്പാണ്. അടിപൊളി സിനിമയായിരുന്നു. സൂര്യയുടെ കംബാക്ക് തന്നെ പറയാം. ഫൈറ്റിംഗ് സീനൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. സൂപ്പർ സിനിമ, ഒരു രക്ഷയില്ല. സൂര്യയുടെ ലൈക്ക് ഭയങ്കര അടിപൊളിയാ, മൊത്തത്തിലും കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് നൈസാണ്. കുഴപ്പമില്ല, ഒരുപാട് എക്സ്പെക്ട് ചെയ്യാതെ വന്നാൽ ഇഷ്ടപ്പെടും. സൂര്യ ഒരു കംബാക്ക് എന്ന് പറയാം. സൂര്യയുടെ ഒരു കംബാക്കാണ്. തുടങ്ങി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഓവറോൾ ഒരു കാർത്തിക് സുബ്രാജ് പടം എക്സ്പെക്ട് ചെയ്ത് വന്നാൽ ചിലപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം മുമ്പ് വന്നിട്ടുള്ള സിനിമയിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇതൊരു ആക്ഷൻ ഫിലിം അല്ല, ഒരു റൊമാൻറ്റിക് ആണ് കൂടുതൽ, ഒരു ലവ് സ്റ്റോറി. അത് ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന ഈ സംഭവങ്ങളാണ് കൂടുതലും. കാർത്തിക് സുബ്രാജ് തേച്ചതാണ്. ആവറേജ് ആണ് ബ്രോ, കാരണം ഫസ്റ്റ് ഹാഫ് ഉള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ പുള്ളി കാർത്തികിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, സൂര്യയുടെ ഇതും ഏറ്റവും എല്ലാം അതൊരു നല്ലൊരു ഇതുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് നമുക്ക് അതിലോട്ട് വന്നപ്പം നമുക്ക് കുറേ അപാകത, കുറേ പാളിച്ചൽ, കുറേ സൈഡൊക്കെ പോയായിരുന്നു ബ്രോ. അപ്പോൾ നമുക്കൊന്നൊരു ആവറേജ് ഫാൻസിനുള്ളതൊക്കെ ഫസ്റ്റ് ഹാഫിലുണ്ട്, സെക്കൻഡ് ഹാഫ് കുറച്ച് കഴിഞ്ഞ് പോയി. ഭയങ്കര പടം കേട്ടോ. സൂര്യയാണെങ്കിൽ ഇനിയും തുടരും. 6 മണിക്കൊരു പടം ഇറങ്ങി, അതാണ് പടം ഹിറ്റ്, അതാണ് കാണേണ്ടത്. ഈ ഊളപ്പടമല്ലേ കാണേണ്ടത്. പടം വേസ്റ്റാണ്. രാവിലത്തെ ഒരു 3 മണിക്കൂർ വെറുതെ പോയി കിട്ടി, ഒരു 250 രൂപ പോയി കിട്ടി. അപ്പോൾ പാട്ട് കൊള്ളാം, സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കും BGM എല്ലാം വർക്കാവുന്നുണ്ട്. അല്ലാണ്ട് XXL ചെയ്ത പോലെ ഒരു ക്ലൈമാക്സിൽ ഒരു ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും വർക്കാവുന്നില്ല, ഒന്നും കണക്ട് ആവുന്നില്ല ഇമോഷണലായിട്ട്. ഉറപ്പായിട്ടും അല്ല, സൂര്യ ഇനിയും കംബാക്ക് നടത്താൻ വെയിറ്റിംഗ് ആണ്, സൂര്യക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സൂര്യയുടെ കംബാക്ക് ആയിരിക്കുമെന്ന് പ്രതീക്ഷയിലാണ് വന്നത്, പക്ഷെ അല്ല. പടം ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു മൊത്തത്തിൽ. കരയാൻ വയ്യ, അതുകൊണ്ടാണ് കണ്ണാടി വയ്ക്കുന്നത്. പടത്തിനെ കുറിച്ച് പറയണോണ്ടേ. പടത്തെക്കുറിച്ച് പറയണമെങ്കിൽ വാച്ച് ദ മൂവി ടുഡേ ആൻഡ് ഹിയർ ഈസ് മൈ നെക്സ്റ്റ് വ്യൂ. ഇറ്റ് ഈസ് എ ആവറേജ് മൂവി വിത്ത് ആൻ ഓക്കെ സ്റ്റോറി, നത്തിങ് എക്സ്പെഷണൽ, ബട്ട് ഇറ്റ് ഈസ് എ ഓൺ ടൈം വാച്ച്. അതായത് എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അയൺ സിനിമ പോലെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ പരാജയമാണ് കിട്ടിയത്. അത് ഞാൻ നല്ലൊരു സൂര്യ ഫാൻസും കൂടെയാണ്. കാര്യം പടം തുടങ്ങിയപ്പോൾ തന്നെ ആ പാട്ടും ആ ഒരു സൂര്യനെ കാണിക്കുമ്പോഴൊക്കെ ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ലാഗായപ്പോഴത്തേക്ക് ഞാൻ 3 പ്രാവശ്യം കോട്ടമായിട്ട് വീണ്ടും അടി തുടങ്ങിയപ്പോൾ ഞാൻ ചാടി വീണ്ടും എണീറ്റ്. ഇത് ചുമ്മാ ഡയലോഗ് ആടി അധികം മാസ് കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യുക, വാടി 1 കാണാൻ പറ്റില്ല, വാടി 4 ഞാൻ പോയി കണ്ടത്. ജോർജ് ആണ് ഈ സിനിമയിൽ ആദ്യം കാണിച്ചപ്പോഴത്തേക്ക് നല്ല ബിൽഡപ്പ് ആയിരുന്നു കേട്ടോ. ഞാൻ വേറെ ജോർജ് എൻ്റെ പൊണ്ണെ തമിഴിലൊക്കെ സൂര്യനോടെ പോയി ഗെറ്റപ്പാണെന്ന് ഞാൻ കണ്ടപ്പോണ്ടല്ലേ ജോസഫിൻ്റെ വില ആരെ കളഞ്ഞ അയാൾ. പിന്നാലെ വെട്ടിയിട്ട വാഴ പോലെ ആയിപ്പോയെന്ന്. എനിക്ക് അത്രയ്ക്ക് വിഷമമായിപ്പോയി. ജയറാമേട്ടൻ നമ്മൾ എത്ര പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജയറാമേട്ടൻ്റെ. പക്ഷേ ഇതിൽ വെറും ഒരു കോമാളി പോലെ ആയിപ്പോയി. ജയറാമേട്ടനൊക്കെ നമ്മൾ ഒരുപാട് മേലെപ്പറമ്പിൽ ആൻവീട് സിനിമയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പടം തന്നെയാണ്, ഒരു കോമാളി പോലെ ആയിപ്പോയി. പിന്നെ പുള്ളിയുടെ വേഷം അത് കണക്ക് ഒരു ക്യാരക്ടർ ചെയ്തതെന്നായിരിക്കും. നമുക്ക് അതിൽ സോസിക എന്നുള്ള ഒരു നടിയുണ്ട്, അവരും ചെറിയ 1-2 റോളൊക്കെ തന്നെ ചെയ്തത്. പിന്നെ പയ്യന്മാരൊക്കെ ഒരു ഇളക്കം ഉണ്ടായിരുന്നു, ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ സൂര്യൻ്റെ ഫൈറ്റ് നല്ല ബിൽഡപ്പ് ഫൈറ്റായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. അതിന് പടം കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെയാണ് പറയണത്. 200 രൂപ ടിക്കറ്റിനായി. ആ 200 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ആലോചിക്കണം, നമ്മളെ കരമന ആറ്റിൻ്റെ സൈഡിൽ ഇരിക്കുന്ന പഴങ്കഞ്ഞി കടയിൽ പോയിട്ട് ഈ സിനിമയിലെ ഡയറക്ടർ കാർത്തിക് 100 രൂപയ്ക്ക് ഒരു ചട്ടി പഴഞ്ഞ് ഞാനും കുടിച്ച് എൻ്റെ ശരീരവും തണുത്ത് എൻ്റെ മനസ്സും നിറഞ്ഞ് ഞാൻ സന്തോഷമായിട്ട് ഞാൻ പോയി, ഞാനും എൻ്റെ കിരണും എൻ്റെ വിമലേട്ടനും എൻ്റെ സുമേഷും കൂടെ പോയി മാംഗോ ചില്ലി 1 ലിറ്റർ എടുത്ത് ഞങ്ങൾ അടിച്ച് സുഖമായിട്ട് അവിടെ ഇരുന്നതിനായിരുന്നു. അത്രയ്ക്ക് എനിക്ക് വിഷമമായി പോയി. കാര്യം സൂര്യണ്ണൻ ഇങ്ങനെയല്ല ഞാൻ കണ്ടത് ബ്രോ. കാര്യം എനിക്ക് വിഷമമുണ്ട്. ജോർജ് വർണ്ണൻ്റെ വില കളഞ്ഞ്, പിന്നെ സോസികയുടെ വില കളഞ്ഞ്, പിന്നെ ജയറാമേട്ടൻ്റെ വില കളഞ്ഞ്, പിന്നെ സൂര്യ എന്നുള്ളൊരു നടന് ആ ഒരു ഡയറക്ടർ കൊടുക്കണമല്ലോ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ ചെയ്ത് അയൺ പോലെ നമ്മൾ വന്നില്ല. പടം തീരണതുമില്ല, ഒരു വിധത്തിൽ പടം തീരണില്ല. അടി തന്നെ. ഇതെന്തോന്ന് ഇത്? അതിനെക്കാട്ടി നമുക്ക് ദീപാവലിക്ക് പടക്കം പൊട്ടൂലേ, അതുപോലെ തന്നെയാണ്. ഞാൻ കളിയായിട്ട് പറയണമല്ല, പടം എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഞാനുള്ള കാര്യം പറയാം, ഞാനൊരു സൂര്യ ഫാനും കൂടെയാണ്. ഇനി നിങ്ങളിനി എൻ്റെ വീഡിയോ കണ്ടിട്ട് പൊങ്കാലിട്ടാലും എനിക്കൊരു തേങ്ങയില്ല, ഞാൻ ഉള്ളതുള്ളല്ലോ. അല്ലെങ്കിൽ ഇവിടെ വന്ന് കാണുന്നവർക്ക് അറിയാൻ പറ്റും പടം എങ്ങനെയാണെന്ന്.